വസിക്കുന്ന കൂടാരത്തിൽ പരിശുദ്ധമാകുമി ബലിപീഠത്തിൽ നന്ദി തൻ ബലിയായി തെളിയുന്ന തിരിയായി തീരുവാനാശയോടണയുന്നിതാ. നന്ദി തൻ ബലിയായി തെളിയുന്ന തിരിയായി തീരുവാനാശയോടണയുന്നിതാ. ദൈവം വസിക്കുന്ന കൂടാരത്തിൽ പരിശുദ്ധമാകുമീ ബലിപീഠത്തിൽ നന്ദി തൻ ബലിയായി തെളിയുന്ന തിരിയായി തീർന്നിടാനാശയോടണയുന്നിതാ. തിരുസുതനോടൊപ്പം ഒരു ബലിയായി തീരാ നവജീവൻ നേടാ പുതുമലരായി വിരിയാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് വിശുദ്ധരായ സൈമണും യൂദയായും. രണ്ടുപേരും അപ്പോസ്തലന്മാരാണ്. യഹൂദരുടെ ഇടയിൽ മതനൈർമല്യം സംരക്ഷിക്കാൻ അത്യുത്സുകരായ ഒരു വിഭാഗമുണ്ട്. തീക്ഷ്ണമതികൾ ആ വിഭാഗത്തിൽപ്പെട്ടതാണ് ശിമയോനെന്നും കാണുന്നു. കാനായിലെ കല്യാണത്തിലെ മണവാളൻ ശിമയോൻ ആണെന്ന് ഗ്രീക്കുകാർ പ്രസ്താവിക്കുന്നു. മറ്റ് അപ്പോസ്തലന്മാരോടൊപ്പം ശിമയോനും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. വിശ്വസ്തയോടും തീക്ഷ്ണതയോടും കൂടെ സുവിശേഷ പ്രചരണത്തിനായി അധ്വാനിച്ചു. വിഗ്രഹാരാധകരായ പുരോഹിതർ ശിമയോനെ പേർഷ്യയിൽ വെച്ച് കുരിശിൽ തറച്ചുവെന്ന ഒരു പാരമ്പര്യം ഉണ്ട്. യൂദ സ്കറിയോത്തയായി തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഈ അപ്പോസ്തലനെ യൂദാ തദേവുസ് എന്നാണ് വിളിക്കാറ്. കൊച്ചി യാക്കോബിൻ്റെ സഹോദരനാണ് യൂദ. മറ്റ് സഹോദരന്മാരാണ് ജെറുസലേമിലെ ശിമയോനും ജോസേസും. ഇവർ 4 പേരെയാണ് ഈശോയുടെ സഹോദരന്മാർ എന്ന പദം കൊണ്ട് സുവിശേഷകന്മാർ ഉദ്ദേശിക്കുന്നത്. സകല പൗരസ്ത്യ സഭകളെയും അഭിവാദനം ചെയ്ത് യൂദ ഒരു ലേഖനം എഴുതി. വളരെയധികം സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിച്ചു. അധപ്പതിച്ചവരോട് അനുകമ്പാപൂർവം വ്യാപരിക്കാൻ ശ്ലീഹ ഉപദേശിക്കുന്നു. കുരിശിൽ ചേർത്ത് കെട്ടിയ ശേഷം അസ്ത്രമയച്ച് കൊല്ലുകയാണ് ചെയ്തതത്രേ. യൂദയായെ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്ന് ആധുനിക ലോകം അംഗീകരിക്കുന്നു. ഏറെ അപേക്ഷകളും പ്രാർത്ഥനകളും അദ്ദേഹത്തിലേക്ക് അയക്കുന്നു. വലിയ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് കർത്താവിനോട് മാപ്പ് ചോദിക്കുന്ന സമയമാണിത്. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം നിങ്ങളിൽ കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നിങ്ങളെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ.
അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങയെ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിന്റെ കുഞ്ഞാടെ, പിതാവിന്റെ പുത്ര, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവിനോടുകൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശുദ്ധരായ അപ്പോസ്തലന്മാർ വഴി അങ്ങേ നാമം ഏറ്റുപറയാൻ അങ്ങ് ഞങ്ങൾക്ക് അനുഗ്രഹം നൽകിയല്ലോ. വിശുദ്ധരായ സമയന്റെയും യൂദയായുടെയും മധ്യസ്ഥത്താൽ അങ്ങിൽ വിശ്വസിക്കുന്ന ജനങ്ങളുടെ വർധന വഴി സഭ നിരന്തരം വളരാൻ കാരുണ്യപൂർവം അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് അധ്യായം 2 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. സഹോദരരെ, ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനം ഒന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു. വാനവിധാനം അവിടുത്തെ കരവേല വിളംബരം ചെയ്യുന്നു. പകൽ പകലിനോട് അവിരാമം സംസാരിക്കുന്നു. രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിന്റെ അതിർത്തിയോളം എത്തുന്നു. അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് അവിടുത്തെ പാടി പുകഴ്ത്താം. കർത്താവെ, അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരുടെ ഗണം അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 6 വാക്യങ്ങൾ 12 മുതൽ 16 വരെ. അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പോസ്തലന്മാർ എന്ന പേര് നൽകി. അക്കാലത്ത് യേശു പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി. അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചിലവഴിച്ചു. പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പോസ്തലന്മാർ എന്ന പേര് നൽകി. അവർ പത്രോസ് എന്ന് അവൻ പേര് നൽകിയ ശിമയോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമിയോ, മത്തായി,
തോമസ്, ഹെൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായി അറിയപ്പെട്ടിരുന്ന ശിമയോൻ, യാക്കോബിൻ്റെ മകനായ യൂദാസ്, ഒറ്റുകാരനായി തീർന്ന യൂദാസ് കറിയോത്ത എന്നിവരാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, ഈശോ രാത്രി മുഴുവനും പ്രാർത്ഥനയിൽ ചെലവഴിച്ചതിന് ശേഷം രാവിലെ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചുകൂട്ടി അവരിൽ നിന്ന് 12 പേരെ അപ്പോസ്തലന്മാരായിട്ട് ഈശോ തിരഞ്ഞെടുക്കുന്നു. പ്രാർത്ഥിച്ചതിന് ശേഷമാണ്, രാത്രി മുഴുവനും ഈശോ പ്രാർത്ഥിച്ചു. ഈശോയുടെ ജീവിതത്തിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഏത് പ്രധാനപ്പെട്ട കാര്യം ചെയ്താലും ഈശോ വളരെയേറെ സമയം പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. ഈശോ നമുക്ക് വലിയൊരു ഉദാഹരണം തന്നെയാണ്, മാതൃക തന്നെയാണ്. ഈശോ ഏകാന്തതയിൽ, ശൂന്യതയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന അത് തന്നെയാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് മുമ്പ് ഒരു ധ്യാനം കൂടുക എന്നുള്ളത് നല്ല കാര്യമാണ്. പലരും അങ്ങനെ ചെയ്യാറുണ്ട്. വിവാഹം കഴിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ മക്കളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ജോലി ലഭിക്കുന്നതിന് മുൻപ് പോയി ഒരു ധ്യാനം കൂടുന്നു. അങ്ങനെ അവരെ തന്നെ പവിത്രീകരിച്ച ആ കാര്യങ്ങളിലേക്ക് കടന്നു വരുന്നു. നമ്മളും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ധ്യാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ വിശുദ്ധിയിൽ വളരുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാ ദിവസവും നമ്മുടേതായിട്ടുള്ള ഒരു ടൈം ടേബിൾ, പ്രാർത്ഥനയുടെ ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടായിരിക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ ഏകാന്തതയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഏകാന്തതയിൽ ബൈബിൾ വായിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ മറ്റ് പ്രാർത്ഥനാ പുസ്തകങ്ങളുണ്ട്. ആ പ്രാർത്ഥനാ പുസ്തകങ്ങളിലൂടെ കടന്നുപോയി നമുക്കിഷ്ടമുള്ള ചില പ്രാർത്ഥനകൾ ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്നതിലേക്ക് കടന്നു വരുന്നു. അല്ലെങ്കിൽ നമ്മൾ ജപമാല അർപ്പിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഈ മാസം ഒക്ടോബർ മാസം ജപമാലയുടെ മാസം, അങ്ങനെ നമ്മൾ ജപമാലയുടെ മാസത്തിൽ കൂടുതൽ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവിക സന്നിധിയിൽ നമ്മളെ തന്നെ അർപ്പിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം ഭക്തിപൂർണ്ണ ജീവിതമായി മാറുകയും സ്വർഗരാജ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ ഏറെ ആഗ്രഹത്തോടുകൂടെ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിത്തീരുന്നു. അതിനുള്ള കൃപാവരം കർത്താവായ ഈശോ നമുക്കേവർക്കും നൽകി നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മളിതാ അപ്പവും വീഞ്ഞും ദൈവപിതാവിങ്കിലേക്ക് ഉയർത്തുന്ന സമയമാണിത്. എല്ലാവരും കണ്ണുകളടച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ ഓരോന്നായിട്ട് ഈശോയിലൂടെ ദൈവപിതാവിങ്കിലേക്ക് നൽകുക. അഖിലേശ കാഴ്ച നൽകാ, ഞങ്ങൾ തൻ ദുഃഖവും നന്മയും തിന്മയും സർവവും സ്നേഹമായി സ്വീകരിക്കൂ. അഖിലേശ കാഴ്ച നൽകാ, ഞങ്ങൾ തൻ ദുഃഖവും
നന്മയും തിന്മയും സർവവും സ്നേഹമായി സ്വീകരിക്കൂ അഖിലേശ. സ്വർണവും മീറയുമില്ല, വർണ്ണമയൂരങ്ങളില്ല. സ്വർണവും മീറയുമില്ല, വർണ്ണമയൂരങ്ങളില്ല. താലത്തിലേന്തുമീ അർപ്പിതങ്ങൾ താവകവീതിയാൽ പൂരിതമാക്കൂ അഖിലേശ. കാഴ്ച നൽകാ ഞങ്ങൾ തൻ ദുഃഖവും നന്മയും തിന്മയും സർവവും സ്നേഹമായി സ്വീകരിക്കൂ അഖിലേശ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, വിശുദ്ധരായ അപ്പോസ്തലന്മാർ വഴി അനശ്വര മഹിമ ആദരിച്ചുകൊണ്ട് ഞങ്ങളുടെ അർപ്പണം അങ്ങ് സ്വീകരിക്കുകയും ദിവ്യരഹസ്യങ്ങൾ അനുയുക്തമായി ആഘോഷിക്കുന്നതിന് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ ഏകസ്വരത്തിൽ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ. ഹോസാന ഹോസാന ഹോസാന
പരിശുദ്ധ കുർബാനയുടെ കേന്ദ്രഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നിറയുവാനായിട്ടുള്ള സമയമാണിത്. എല്ലാവരും കണ്ണുകളടച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും മേലെ പരിശുദ്ധാത്മ നിറവ് വരുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഓരോരുത്തരുടെയും പേര് പറഞ്ഞുകൊണ്ട് ഓ പരിശുദ്ധാത്മാവേ വന്ന് നിറയണമേ എന്ന് പറയുക. നമ്മുടെ വലതുകരം നീട്ടി കമഴ്ത്തി പിടിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ടുണ്ട്. ആ വ്യക്തിയെ ഈ സമയത്ത് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള എല്ലാവരെയും നമുക്ക് ഓർക്കാം, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. പൂർവികന്മാരുടെ കടങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകട്ടെ.
ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ കുർബാനയിലെ ഏറ്റവും വലിയ സ്തുതിപ്പ് ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് പാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടണം. അന്നു വേണ്ടുന്നു ആഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ ദിവ്യ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന്
ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരായ നാം ഓരോരുത്തരും ഭാഗ്യമുള്ളവരാണ്. കർത്താവെ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വീകരിച്ച ഈ കൂദാശയുടെ ചൈതന്യത്താൽ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അപ്പോസ്തലന്മാരായ സൈമന്റെയും യൂദയായുടെയും ആദരപൂർവമായ പീഡാസഹനം ആഘോഷിക്കുന്ന ഞങ്ങളെ ഈ കൂദാശ അങ്ങേ സ്നേഹത്തിൽ നിലനിർത്തുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ശിരസ് നമിക്കുക. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുക. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. കർമ്മലസുമമേ അറുതേൻ കൂടമേ സ്വർഗകുമാരനെ പെറ്റുവളർത്തിയ നിർവൃതി തന്നിറകൂടമേ. കർമ്മലസുമമേ അറുതേൻ കൂടമേ സ്വർഗകുമാരനെ പെറ്റുവളർത്തിയ നിർവൃതി തന്നിറ